മഹാദേവ, അവിടെ നിന്നെ അവിടുത്തെ മാതാവിന്റെ രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങ് എന്നെ വന്ധ്യതാ ശാപത്തിൽ നിന്നും മുക്തയാക്കി. സമ്പൂർണ്ണ നദികളും മഹാസമുദ്രത്തിലേക്ക് ഒഴുകി പൂർണ്ണത കൈവരിക്കുന്ന പോലെ എനിക്കൊരു മാതാവിന്റെ കടമ നിർവഹിക്കാനാകുമോ? ഇന്ന് മഹാദേവ രൂപത്തിലുള്ള ഈ മഹാസമുദ്രത്തിലേക്ക് നിസ്സാരയായ എന്നെ എനിക്ക് സമർപ്പിക്കാനാകുമോ? അതിനുള്ള യോഗ്യത എന്റെ മാതൃത്വത്തിനുണ്ടോ? അമ്മേ, മാതൃസ്നേഹത്തിന്റെ യഥാർത്ഥ സ്ഥാനം ഈശ്വരനേക്കാളും മുകളിലാണമ്മേ. ഞാൻ മറ്റാരായിരുന്നാലും അവിടുത്തെ പുത്രനാണ്. അവിടെ നിന്നാണ് എൻ്റെ അമ്മ. നമ്മുടെ ചെറിയ ഭവനത്തിൽ സർവവ്യാപിയായ മഹാദേവൻ എങ്ങനെ കഴിയുമെന്നും അദ്ദേഹത്തിന് അതൊരു ബന്ധനമാകുമോ എന്നും ഞാൻ ഉള്ളിൽ ഭയപ്പെട്ടിരുന്നു. എന്റെ ഭയമെല്ലാം അങ്ങ് അകറ്റിയിരിക്കുന്നു. അങ്ങ് എന്ന് മുതലാണ് തന്ത്രശാലിയായത് മഹാദേവ? അങ്ങ് എന്തിനാണ് അങ്ങയുടെ വ്യക്തിത്വം ഞങ്ങളിൽ നിന്നും മറച്ചു വച്ചത്? പാർവതി, വ്യക്തിത്വം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ആഗ്രഹം പൂർണ്ണമാകില്ലായിരുന്നു പാർവതി. ഏതാഗ്രഹമാണ് പൂർത്തിയാകാത്തത്? നാം ഗൃഹസ്ഥ ജീവിതം അനുഭവിച്ചറിയണമെന്ന ആഗ്രഹം. അവിടുത്തെ ആഗ്രഹമായിരുന്നില്ലേ പാർവതി നാം മാതൃത്വം എന്തെന്നറിയണമെന്ന്, കുടുംബ ബന്ധങ്ങൾ അറിയണമെന്ന്, മൂല്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്? നമ്മുടെ ഈ നിർവ്വാണ ഭിക്ഷ അവിടുത്തെ ആഗ്രഹങ്ങളുടെ പരിണിത ഫലമാണ്. അതെ, കാരണം ഗൃഹസ്ഥാശ്രമത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് കുടുംബം എന്ന വാക്കിന്റെ നിർവചനം അറിയാമായിരുന്നു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. പക്ഷെ അങ്ങക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല മഹാദേവ. ഇത്തരം കാര്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് അങ്ങേക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് ഒരിക്കലും ഒരു ഭവനം ഉണ്ടാക്കിയിട്ട് ക്ഷണനേരം കൊണ്ട് അത് ഇല്ലാതാക്കില്ലായിരുന്നു. എന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാത്തത് തന്നെയാണ് ഇത്തരമൊരു നിബന്ധനയ്ക്ക് കാരണവും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു മഹാദേവ, എന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകാൻ അങ്ങ് സ്വയം പരിപൂർണനാകാൻ വേണ്ടി എന്നിൽ നിന്നും അങ്ങ് ഇത്രയും ദൂരമാകലുമെന്ന്. ഞാനിത് ഭാവനയിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഭാവനകൾ എപ്പോഴും ബലഹീനതയാണ് പാർവതി. ഭാവനകൾ ഒരാളുടെ പ്രവൃത്തികളെ ബാധിക്കുന്നു, വിധിയല്ല.
അവിടുത്തെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഞാൻ കഠിനമായി തന്നെ പ്രയത്നിക്കും. അങ്ങനെ എൻ്റെ ഈ നവയാത്ര എന്നെ ഒരു സമ്പൂർണ്ണ ഗൃഹസ്ഥനാക്കി മാറ്റും. മഹാദേവ, മഹാദേവ, ശിവ, നാരായണ, പിന്നെ ദേവ, ഗുരുകുലത്തിൽ നിന്നും അക്ഷരങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് മൂവർക്കും വേണ്ടത്ര ബോധ്യമുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ദേവി, ദേവനും നാരായണനും ഇന്നിവിടെ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട്. ശിവ, നീ എന്താ എഴുതിയത്? ശിവ, ആ അമ്മേ, അമ്മേ, ഞാൻ ഇതാണ് എഴുതിയത്. ശിവ, നീ ആ എന്ന അക്ഷരത്തിന് പകരം ഓം എഴുതിയത് തെറ്റ് സംഭവിച്ചതല്ലേ? അമ്മേ, എല്ലാ അക്ഷരങ്ങളുടെയും ഭാഷകളുടെയും ഉറവിടം ഓമാണല്ലോ. ഓമിൽ നിന്നാ എല്ലാം ജന്മമെടുക്കുന്നത്. ബ്രഹ്മസാന്നിധ്യത്തിന്റെ സാരം ഓമാണ്. ഓം എന്നാൽ സർവവ്യാപിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓമെന്ന് എഴുതിയതമ്മേ. ശിവ, സത്യമാണ്. ഓം എന്ന മഹാസത്യം തിരിച്ചറിയാൻ സാധിച്ചാൽ പിന്നെ മറ്റൊന്നും അറിയാൻ ബാക്കിയുണ്ടാവുകയില്ല. പക്ഷേ പുത്ര, നമ്മുടെ ദൈനംദിന സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ചില പ്രായോഗിക ജ്ഞാനവും നേടേണ്ടതുണ്ട്. പ്രണാമം ആചാര്യ. പ്രണാമം ഋഷിവര്യ. ശിവ, പിതാവ് അഭ്യസിപ്പിക്കുന്ന പ്രായോഗിക പാഠങ്ങൾ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ ഇപ്പോൾ വരാം. എന്താണ് കാര്യം ആചാര്യൻ വിദ്യാധര? പഠന സമയത്ത് അങ്ങിവിടെ വരാൻ കാരണം എന്താണ്? ആചാര്യ, ദേവരാജൻ ഇന്ദ്രൻ ഗുരുകുലത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. അവിടത്തെയും ഋഷിയാത്രിയെയും പ്രത്യേകം ക്ഷണിച്ചിരിക്കുകയാണ്. ദേവി അനസൂയ, ഇന്ന് ഈ യോഗം ഇവിടെ നാം ആവശ്യപ്പെട്ടത് അവിടത്തേക്ക് വേണ്ടിയാണ്. അവിടുത്തെ സാന്നിധ്യത്തിൽ ഒരു പ്രസ്താവന അറിയിക്കേണ്ടതുണ്ട്. അവിടുന്ന് കുലപതി സ്ഥാനം തുടരേണ്ടതാണ്. അവിടുന്ന് ഈ സ്ഥാനം ത്യജിക്കാൻ തീരുമാനിച്ചത് എന്ത് കാരണത്താലാണോ അത് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി അവിടുത്തേക്ക് ആരുടെയും പരിപാലനത്തിനായുള്ള ഉത്തരവാദിത്വം ഒരു ഭാരമായി ബാക്കി നിൽക്കുന്നില്ല. അതിനാൽ ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മുടെ ഈ പ്രസ്താവന അവിടുന്ന് നിരസിക്കരുത്. ഈ ഗുരുകുലത്തിനും ഇവിടുത്തെ ശിഷ്യന്മാർക്കും ഇതുതന്നെയാണ് ഉചിതമായത് ദേവി.
അങ്ങയുടെ ഈ പ്രസ്താവനയിൽ നമുക്ക് കൃതജ്ഞതയുണ്ട് ദേവരാജൻ ഇന്ദ്ര. പക്ഷെ ഇപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഈ ഗുരുകുലത്തേക്കാൾ എന്റെ പുത്രന്മാർക്കാണ് എന്റെ സാന്നിധ്യം ആവശ്യം. അതിൽ കവിഞ്ഞ സമയം കണ്ടെത്താൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെയായാൽ ഗുരുകുലത്തോട് നീതി പുലർത്താൻ എനിക്ക് സാധ്യമാകാതെ വരും. ക്ഷമിക്കണം ആചാര്യ, അങ്ങയുടെ തീരുമാനത്തിന്റെ ഫലമായി ആ സ്ഥാനം ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ്. എത്ര നാളത് തുടരണം? എന്തിനാണ് കുലപതി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത്? മറ്റാരെങ്കിലും നിയമിക്കാമല്ലോ. അതിന് യോഗ്യത ഉണ്ടെന്ന് കരുതുന്ന മറ്റാരെങ്കിലും അവിടെ നിന്ന് നിർദ്ദേശിച്ചാലും എങ്കിലെന്നും ഈ സമിതി അവിടത്തോട് കടപ്പെട്ടിരിക്കും. അങ്ങ് പറഞ്ഞത് ശരിയാണ് ആചാര്യൻ ദണ്ഡപാണി. ആചാര്യ അനസൂയയുടെ നിർദ്ദേശാനുസരണം ഗുരുകുലത്തിന്റെ കുലപതി സ്ഥാനം മറ്റാർക്കെങ്കിലും നൽകിയേ മതിയാകൂ. എന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ വഹിച്ചിരുന്ന സ്ഥാനം മറ്റൊരു സ്ത്രീ തന്നെ വഹിക്കേണ്ടതാണ്. അങ്ങേക്ക് എന്തു തോന്നുന്നു ആചാര്യൻ വിദ്യാധര? അങ്ങയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു ദേവരാജനിന്ദ്ര. പക്ഷേ ചോദ്യം ഇതാണ്, അത്രയും യോഗ്യതയുള്ള മറ്റൊരു സ്ത്രീയെ എവിടെയാണ് കണ്ടെത്താനാവുക? അങ്ങനെ ഒരു സ്ത്രീ നമുക്കിടയിൽ തന്നെയുണ്ട്. ദേവരാജനിന്ദ്ര, ആ സ്ഥാനത്തേക്ക് ഞാൻ ദേവി ഇന്ദ്രാണിയുടെ പേര് നിർദ്ദേശിക്കുന്നു. ഞാൻ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നു. എന്റെ ഈ തീരുമാനത്തോട് ആർക്കും വിയോജിപ്പില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവരാജൻ ഇന്ദ്രനായ ഞാൻ കുലപതി സ്ഥാനത്തേക്ക് ദേവി ഇന്ദ്രാണിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് ഗുരുകുലമാണ് ദേവരാജൻ ഇന്ദ്ര. ദേവി ഇന്ദ്രാണിക്ക് രാജകാര്യങ്ങളിൽ പരിചയ സമ്പത്തുണ്ട്. എന്നാൽ ഗുരുകുല പ്രവർത്തനങ്ങളിൽ മുൻ പരിചയമില്ല. ആചാര്യ, അതൊരു വലിയ സമസ്യയല്ല. അനുഭവവും പരിശീലനത്തിലൂടെ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത്തരമൊരു സ്ഥാനത്തിന് പരിശീലനത്തിനൊപ്പം അനുഭവത്തിനൊപ്പം സമയവും കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ദേവി ഇന്ദ്രാണിക്ക് അതിനുള്ള സമയം കണ്ടെത്താനാകുമോ? അവിടുന്ന് ആശങ്കപ്പെടേണ്ടതില്ല ആചാര്യ അനസൂയ. ഞാൻ അതിനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ആചാര്യൻ ദണ്ഡപാണി ഉപകുലപതി സ്ഥാനമേൽക്കും. ദേവി ഇന്ദ്രാണിയുടെ അഭാവത്തിൽ അദ്ദേഹം വേണ്ടത് പ്രവർത്തിച്ചുകൊള്ളും. ഇനി അവിടത്തേക്ക് സംശയങ്ങളൊന്നുമില്ലല്ലോ. ദണ്ഡപാണിക്ക് യോഗ്യതയുമുണ്ട്, അനുഭവജ്ഞാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉപകുലപതി സ്ഥാനത്തേക്ക് ദണ്ഡപാണിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൽ പൂർണ്ണ തൃപ്തരായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലും ദേവേന്ദ്ര, ഭവനത്തിൽ പുത്രന്മാർ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ദേവരാജൻ എന്നെ ഉപകുലപതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയോ അസുരരാജൻ അന്ധകൻ ശിവനെ ഇല്ലായ്മ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിലും ജീവിതത്തിലും നിനക്ക് പ്രകാശം വേണമെന്നോ? പക്ഷേ ആ പ്രകാശം പ്രാപ്തമാക്കാൻ നിനക്ക് ഈ അന്ധകനെ നേരിടേണ്ടി വരുന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നു ഒരു മാതാവിന്റെ സ്നേഹം. അതിനാലാണ് ഞാൻ നിന്നെ ബന്ധിക്കാത്തതും പകരം കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തതും.
കാരണം എനിക്ക് വ്യക്തമായി അറിയാം, ഒരു മാതാവിന് എന്തും ദർശിക്കാനാകും, എന്തും സഹിക്കാനുമാകുമെന്ന്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങൾ ദാരുണമായി പിടഞ്ഞില്ലാതാകുന്നത് ഒരിക്കലും ദർശിക്കാനാകില്ല. അലർച്ച മതിയാക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെ ജീവനോടെ വേണമെങ്കിൽ ഒരു ബാലകനെ ആക്രമിക്കണം. അവനെ നീ വധിക്കുകയും വേണം. സാധിക്കുമോ നിനക്ക്? ഇല്ല. നോക്ക്, ആ ബാലശിവന്റെ അന്ത്യമോ അതോ നിന്റെ കുഞ്ഞുങ്ങളുടെ മൃത്യുവോ നീയാണ് നിർണയിക്കേണ്ടത്. നിനക്കത് സാധിക്കും. ഇനി നീ അത് ചെയ്യും. ഏയ് ശിവ, അന്ധകാരം ലോകത്തെ വിഴുങ്ങുന്നതിനുള്ള പ്രഥമ ചുവട് ആരംഭിക്കുകയാണ്. ഇനി ആ ദിനം വിദൂരമല്ല. 3 ലോകങ്ങളിലും ഇനി ഈ അന്ധകാരം പടർന്നു പിടിക്കുന്നതാണ്. ഇനി എങ്ങും അന്ധകാരം, അന്ധകാരം മാത്രം. അവിടുന്ന് പൊയ്ക്കോളൂ ദേവി. അവിടുത്തെ 3 പുത്രന്മാരും മാതാവിനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഞാൻ വേദപാഠങ്ങൾക്ക് ശേഷം ഭവനത്തിലേക്ക് വരാം. ശരി.